നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. എൻ്റെ ജീവിതം തക 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 ത അല്ലേ, തുന്തനാനന്ദം. എൻ്റെ ജീവിതം തരികിട തരികിട അല്ലേ, അറിയാതെ വന്നു വരാ തരികിടയാന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ഈ ചാനൽ, ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പ്രോത്സാഹിപ്പിക്കുക. പിന്നെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സുഖത്തന്നെയാണോ? സ്കൂട്ടർ പോയതിൻ്റെ സൗണ്ടാണ്, നിങ്ങൾക്ക് കേൾക്കാമായിരിക്കും അല്ലേ? കേൾക്കാം. നല്ല ശബ്ദമുണ്ടായിരുന്നു. പ്രകൃതിയൊക്കെ അങ്ങനെ കണിഞ്ഞ് ഇറങ്ങി, എന്താ പറയണ്ടേ, ഞാൻ നിങ്ങൾക്ക് പ്രകൃതി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ പ്രകൃതി? ഇതാണ് പ്രകൃതിയുടെ വസന്തങ്ങൾ ചേക്കേറുന്ന രാത്രി. മഴ, നല്ലൊരു മഴ പെയ്തിന്. ഇരുടാണ്, പ്രകൃതി ആകമാന് ഇരുടാണ്. എന്തോ ചക്ക ഉണ്ടോ, നല്ല കാഴ്ചയും നല്ല പ്രകൃതി സൗന്ദര്യമായ സംഭവം. ഇതേ ഇവിടെ ഒരു മാങ്ങയുണ്ട് കണ്ടോ, അതിൻ്റെ മേലെ അറിയാതെ ചവിട്ടിപ്പോയി. നല്ല മാങ്ങയാനും കേട്ടോ, നല്ല മാങ്ങയാനും. പക്ഷെ ഞാനത് ചവിട്ടിപ്പോയി. അങ്ങനെയാണ് കാഴ്ച. അപ്പോൾ ആ കാഴ്ചയെല്ലാം നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇപ്പം മഴ പെയ്തോ? ഇത് നല്ല മഴ. ആകാശം കണ്ടോ, ആകാശം ഇരുട് പിടിച്ച് മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാ വിശേഷം. പ്രത്യേകിച്ച് വിശേഷം എന്താ പറയണ്ടേ, ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഉണ്ടോ വെള്ളമൊക്കെ ഇട്ടുണ്ടോ കാണാൻ. വേനൽക്കാലത്ത് എന്തായിരിക്കും ഇവിടെ, വേനൽ ചൂടിൻ്റെ അല്ലേ, വേനൽ ചൂടായിരിക്കൂലേ. ഇപ്പം നോക്കുക, എന്തൊരു മനോഹാരിതയാണ്, എന്തൊരു മനോഹരമാണ് അല്ലേ കാണാൻ. അതാണ് പ്രകൃതിയുടെ സുഗന്ധം ഒത്തിണങ്ങി ചേരുന്നത്. പ്രകൃതി സുഗന്ധമാക്കുന്നത് മരങ്ങളാണ്, കാടുകളാണ്. അതാണ് അതിൻ്റെ ഭംഗി. എന്നാലേ പ്രകൃതിയുള്ളൂ. അതിൻ്റെ ഭംഗി എങ്ങനെയാണ്? പ്രകൃതി ഉണ്ടെങ്കിൽ, മരങ്ങളുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പുഴയും കായലുകളും അല്ലേ, തോടുകളും അരുവികളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് മനോഹരമായിരിക്കും. പ്രകൃതി മനോഹരമായിരിക്കും. അപ്പോൾ എന്താ പിന്നെ പറയണ്ടേ, എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? എല്ലാ വീഡിയോ ഒന്ന് കാണണം കേട്ടോ, മുഴുവനായിട്ടും. നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കാമല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഞാനിപ്പോൾ എടുക്കുന്നത് ഉച്ച സമയത്താണ്. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു. അപ്പം നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു, എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. എൻ്റെ ചാനലിലെ എല്ലാവരും സബ്സ്ക്രൈബറും പുതിയ വ്യൂസും എല്ലാവർക്കും നന്ദിയാണ് കേട്ടോ. എന്നെ ഒന്നുമില്ലാത്തവരിൽ നിന്ന് ഇത്ര പേരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബറായിട്ടുണ്ടല്ലോ. എത്ര പേര്? 3000-ന് മേലെ സബ്സ്ക്രൈബറുണ്ട്. അത് നിങ്ങൾ കാണിച്ച സ്നേഹം ആണ് ഏറ്റവും വലിയത്. അത് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ടും നല്ല നല്ല പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരെയും നേരിൽ കാണാനും എപ്പോഴെങ്കിലും ഒരു അവസരമുണ്ടാകട്ടെ അല്ലേ. എവിടെയെങ്കിലും വെച്ച് കാണാമല്ലേ, നമ്മളെല്ലാം മനുഷ്യരല്ലേ. ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, കഥയറിയാതെ. നല്ല പാട്ടല്ലേ ഇത്? പാട്ടെല്ലാം നല്ലതാ, പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് പ്രയാസം. അപ്പം നമുക്ക് എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാം. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് എത്തിക്കണം കേട്ടോ.
എല്ലാവരും ഒന്ന് നിങ്ങളെല്ലാവരും ആ ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോകൾ എല്ലാവരും കാണട്ടെ അല്ലേ? നമ്മളെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ആ കടമ നിങ്ങൾ നിറവേറ്റണം. നിങ്ങളുണ്ടെങ്കിലോ ഞങ്ങളുള്ളൂ. അപ്പം വിദേശ മലയാളികളായ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർക്ക് നാട്ടിലെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓരോ പ്രോഗ്രാമുകളും ഇപ്പം ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. നല്ല ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടല്ലേ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങളത് കാണുക. അങ്ങനെ ഇന്നലെയും ഇനി ഞാൻ നല്ല ഇപ്പം ഡെയിലി ഓരോ വീഡിയോ ഇടാറുണ്ട്, ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. എൻ്റെ ഷോർട്സ് വീഡിയോ ഉണ്ട്, അത് ഒരുപാടുണ്ട്. അതിൽ നിങ്ങളെ കണ്ടിട്ട് ലൈക്കോ കമൻറ്റും എല്ലാം തരുക. എന്നാലേ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകത്തുള്ളൂ. അപ്പം മറക്കരുത്, എല്ലാവരിലും എത്തിക്കുക. ഞാനിവിടുന്ന് ക്യാമറയിൽ സംസാരിക്കുമ്പോൾ അവിടെ ഒരാൾ വന്ന് നോക്കുന്നുണ്ട്. മനസ്സിലായി ഇപ്പം ആരാന്ന്? നായ. എന്തടാ വിശന്നിട്ടായിരിക്കും, അരക്ക് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പം അത് വന്ന് മനുഷ്യർ കൊടുത്താലല്ലേ അതിനുണ്ടാവുള്ളൂ. മനുഷ്യർ കൊടുക്കണം, കൊടുക്കാനുള്ള മനസ്സുണ്ടാണ്. എന്നാലും ചോദിക്കും നിങ്ങൾ കൊടുത്തിട്ടൊന്ന്. ഞാൻ കൊടുക്കാറുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ട കണ്ട ആളെ കണ്ട എന്തോ നോക്കുന്ന ചേട്ടാ. അപ്പം അതെന്തോ നോക്കുന്നതായി. പിന്നെ വേറെ നല്ല കാലാവസ്ഥയാണ്. ഇനി അങ്ങോട്ട് മഴയാണ്. മഴയുടെ ഇടിയുടെ പൂരമാണ് ഇനി വരാൻ പോകുന്നത്. കാലവർഷം പൂത്തുലിയട്ടെ, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കടന്നു പോകട്ടെ അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ജീവിതം എന്ന യൂട്യൂബ് ചാനലും മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് കൂടി കടന്നു പോകട്ടെ. കൂടുതൽ ഊർജ്ജത്തോടു കൂടി, ആവേശത്തോടു കൂടി, നല്ല നല്ല വീഡിയോകളുമായിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകളുമായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മുടെ ചാനൽ അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അതെ. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനം തരുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുണ്ടെങ്കിലോ ഞങ്ങളുള്ളൂ. പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. ഓക്കെ, ബൈ.